നമസ്കാരം. പൊതുവേദി ആരംഭിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാർ രണ്ടാം വർഷം പൂർത്തിയാക്കി മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ. അതിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷങ്ങളുടെ സമാപനം അല്പസമയത്തിനകം ആരംഭിക്കാനിരിക്കുന്നു. പക്ഷേ ഈ വാർഷികാഘോഷം പ്രതിപക്ഷം ഇന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടാണ് ആഘോഷിച്ചത്. അതിനെതിരെ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നത്. സർക്കാരിനെതിരായ ഒരു കുറ്റപത്രവും പ്രതിപക്ഷം പുറത്തിറക്കി. ഇതുവരെ ഉയർന്ന അഴിമതികൾ, ജനങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങൾ, പരിപാടികൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 20 പേജ് വരുന്ന കുറ്റപത്രമാണ് പ്രതിപക്ഷം പുറത്തിറക്കിയത്. അതേസമയം സർക്കാർ സ്വയം വിലയിരുത്തിക്കൊണ്ട് അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വൈകിട്ട് പുറത്തുവിടാനും ഇരിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന് എത്ര മാർക്ക്? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അതിൽ പ്രേക്ഷകരുടെ അഭിപ്രായം അറിയിക്കാം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പൊതുവേദിയിൽ ആദ്യം നമുക്കൊപ്പം ചേരുന്നത് ജിസൻ എന്ന പ്രേക്ഷകനാണ്, കോട്ടയത്ത് നിന്നും. ജിസൻ, താങ്കൾ എങ്ങനെയാണ് പിണറായി സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്തുന്നത്? ഇത് രണ്ടാം പിണറായി സർക്കാർ 2 വർഷം പൂർത്തിയാക്കി മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നു. പക്ഷേ ആദ്യ സർക്കാരിന്റെ കാലാവധി കൂടി നോക്കുകയാണെങ്കിൽ 7 വർഷം ഭരണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ആദ്യം ഇത് നല്ലതായിരുന്നു. അവർ രണ്ടാം ഭരണത്തിൽ കയറിയിട്ട് വളരെയധികം സാധാരണ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന രീതിയിൽ, അതായത് ഇതിൻ്റെ അകത്ത് പറഞ്ഞില്ല എത്ര മാർക്കെന്ന്. ഞാൻ നോക്കിയാൽ ഒരു 100-ൽ 5% മാർക്ക് കൊടുത്തു, 5%. അത്ര വളരെ ഇതായിട്ടുണ്ട്. കാരണം ഞാനടക്കമുള്ളവർ അതുപോലെ ബുദ്ധിമുട്ട് ഇത് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ വേണ്ട പുതിയ AI ക്യാമറയുടെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. എന്താണ് കാണിക്കുന്നത്, എന്താ ചെയ്യുന്നത് അവർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. നാട്ടുകാരെ സാധാരണക്കാരുടെ നെഞ്ചത്ത് കയറുക എന്നുള്ള ഒരു ഇതാണ്. ഒരു 5% നമുക്ക് മാർക്ക് കൊടുക്കാം ആദ്യത്തെ ഭരണത്തിന്റെ വെച്ചിട്ട്. രണ്ടാം ഭരണത്തിൽ മാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അത്രയും മോശം. ആദ്യ ഭരണത്തിനാണ് 5% മാർക്ക്. ശരി, വളരെ നന്ദി ജിസൻ. വിളിച്ചതിനും താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. സാധാരണക്കാർക്ക് ദുരിതം എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അഴിമതി കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും വളരെ കുറഞ്ഞ മാർക്കാണ് അദ്ദേഹം സർക്കാരിന് ഇടുന്നത്. മുഹമ്മദ് എന്ന പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. മുഹമ്മദ്, സർക്കാർ അവരുടേതായ നിരവധി ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിൽ കേരളത്തിന്റെ ഭാവി മുന്നിൽ കണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾ, അത് സംബന്ധിച്ച ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ പോകുന്നത്. ഇതിനോടകം തന്നെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ അഭിപ്രായപ്പെടുന്നത് അതാണ്. അതേസമയം ഒരു വലിയ കുറ്റപത്രം പ്രതിപക്ഷം സർക്കാരിനെതിരെ വെക്കുകയാണ്. അതിൽ അഴിമതി കഥകളുണ്ട്, ജനദ്രോഹ നടപടികളുണ്ട്, ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിൽ നികുതി വർധന ഏർപ്പെടുത്തിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ കാർഷിക മേഖലയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളൊരു കുറ്റപത്രം പ്രതിപക്ഷം വെക്കുന്നു. താങ്കൾ സ്വയം എങ്ങനെ വിലയിരുത്തുന്നു സർക്കാരിന്റെ പ്രവർത്തനത്തെ? നമസ്കാരം. പറഞ്ഞോളൂ. ഈ സർക്കാർ 2 കൊല്ലം ഭരിച്ചത് അതൊരു ഭരണമാണ്. കാരണം മുൻ ആള് പറഞ്ഞ മാതിരി 5% കേട്ടോ, 500%. മനസ്സിലാക്കണം നിങ്ങള്. അത്രയും നല്ല കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ നടത്തിയിട്ടുള്ളത്. പിന്നെ അയാൾക്ക് 5% ആണെങ്കിൽ എനിക്ക് 500%, 1000%. ഇങ്ങനെ ഒരു ഭരണം കേരളം കണ്ടിരിക്കണം ഇതുവരെ ആയിട്ട്. എന്താണ് താങ്കൾക്ക് അത്രയധികം മാർക്ക് കൊടുക്കാൻ, നേട്ടങ്ങളായി ചൂണ്ടിക്കാട്ടാനുള്ളത്? 1000 നേട്ടങ്ങൾ പറഞ്ഞു തരാണ്ട്. അതേ സമയത്ത് കുറെ ആൾക്ക് ഇനിയും പറയാണ്ടതില്. ഇപ്പൊ പറഞ്ഞില്ല 5% എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട് പറയാൻ നിൽക്കണേ. അവർക്ക് വേണ്ടി ഞാൻ പറയാം, ഇത്രയും നല്ലൊരു സർക്കാർ, ഇത്രയും നല്ലൊരു ഭരണം ഇത് കാഴ്ചവെക്കാൻ ഒരാളെ കൊണ്ട് സാധിച്ചില്ല. പിന്നെ മറ്റൊരു സമരം നടത്തുന്ന എന്തിനാണെന്നറിയോ? ഒരു പണിയില്ല. അപ്പൊ കുറെ നടത്തി എല്ലാം പരാജയപ്പെട്ടു. അപ്പൊ ഞാൻ ഒന്ന് സെക്രട്ടേറിയറ്റ് വളിയാന്നൊക്കെ പറഞ്ഞ ഓല് കണ്ടിക്കണോ എങ്ങനെയാ വളിയിൽ എന്നുള്ളത്? പൈസ ഇല്ലാതെ വല്ലോ ഓൽക്ക് വല്ലതും പറ്റുമോ? അപ്പൊ അതുകൊണ്ട് പൊന്നാര മേഡം ഇങ്ങളോട് പറയാം, 100% പ്രതിപക്ഷം അവരുടേതായ ധർമ്മം നിർവഹിക്കും. അവർ തെറ്റുകൾ ചൂണ്ടിക്കാട്ടും. ഞാൻ ചോദിച്ചത്, താങ്കൾ ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഏതാണ് ഏറ്റവും വിലമതിക്കുന്നത്? ശരി, മുഹമ്മദ്
എന്ന പ്രേക്ഷകനാണ് മഞ്ചേരിയിൽ നിന്നും വിളിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്. എന്തായാലും 5 ഇരട്ടി മാർക്ക് അദ്ദേഹം നൽകും എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ സർക്കാരിനെ പൂർണ്ണ തോതിൽ പിന്തുണയ്ക്കുകയാണ്. റിജു എന്ന പ്രേക്ഷകനാണ് നമുക്കൊപ്പം ചേരുന്നത്. റിജു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഈ സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് പ്രിജോ റോബർട്ട്. പറഞ്ഞു. ആദ്യം വിളിച്ച ആൾ 5% മാർക്ക് സർക്കാരിന് കൊടുത്തു. രണ്ടാമത് വിളിച്ച ആള് 500 ഇരട്ടി മാർക്ക് സർക്കാരിന് കൊടുത്തു. ഞാന് അതിനേക്കാൾ കൂടുതൽ മാർക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ ഇപ്പൊ മേഡം പറഞ്ഞ പോലെ തന്നെ ഇത് 2ാം വർഷമല്ല, ഇത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 7ാം വർഷത്തെ സർക്കാരാണത്. LDF സർക്കാരിന്റെ 7ാം വർഷമാണ്. നമ്മൾ പീരിയഡിക്കലി പറയുമ്പോൾ നമുക്ക് 2ാം വർഷം. ഓക്കെ, ഇതില് കഴിഞ്ഞ ടൈമിൽ നമുക്കറിയാം 2 പ്രളയം, നിപ്പ, ഓഖി, അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ, കോവിഡ് അടക്കം അതിജീവിച്ചിട്ട് നമ്മൾ 2ാം ടൈമിലേക്ക് കടന്നു ഈ സർക്കാർ. ഈ 2ാം ടൈമിലും നമുക്ക് നാടെങ്ങും നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടത് മുഹമ്മദ് റിയാസ് PWD മന്ത്രിയുടെ PWD ഡിപ്പാർട്ട്മെന്റിനാണ്. കാരണം അത്രമാത്രം റോഡ് സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തില് എങ്ങും ഒരു ഗ്രാമീണ റോഡ് പോലും നല്ല രീതിയിലുള്ള ഹൈ ലെവൽ ക്വാളിറ്റിയിൽ നമുക്ക് ടാറിങ് റോഡ് കാണുന്നു. സഞ്ചാരത്തിന് ഏറ്റവും ഒരു മികച്ച രീതിയിലുള്ള റോഡുകളാണെന്ന് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ സർക്കാർ ഒരു 25 വർഷം അഡ്വാൻസ് കണ്ടിട്ട് ഉള്ള പദ്ധതികളാണ് നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് എവിടെയും നമുക്ക് കാണാം. നമ്മുടെ സ്കൂളുകൾ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. നമ്മളുടെ ആശുപത്രികൾ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. അങ്ങനെ ഏത് മേഖലയിലും, ആരോഗ്യ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഒക്കെ സർക്കാർ മുൻപന്തിയിലാണ് എന്നാണ് ആ പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. മാത്രവുമല്ല, ഒരു അഡ്ഹോക് വ്യവസ്ഥ അതുവഴി അപ്പോഴപ്പോൾ വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകുന്ന സർക്കാർ എന്നത് മാറി ഒരു സഹസ്രാബ്ദം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പാക്കാനും സർക്കാർ ശ്രമിക്കുന്നു എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ സർക്കാരിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദങ്ങളിൽ ഒന്ന് അതുതന്നെയുമാണ്. ഭാവി മുന്നിൽ കണ്ട് അങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു എന്നതാണ്. അതിന് ഫുൾ മാർക്ക് നൽകുകയാണ് ആ പ്രേക്ഷകൻ. ബാലചന്ദ്രൻ എന്ന പ്രേക്ഷകൻ വടകരയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. ബാലചന്ദ്രൻ, സർക്കാർ അവരുടേതായ നിരവധി അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റേതായ ധർമ്മം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നു, അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നു, നിരവധിയായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ രാജ്യം കണ്ട ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ അഴിമതി നിൽക്കുന്ന കമ്മീഷൻ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാഡം, ആദ്യം എന്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്. ഓക്കെ, പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ആഭ്യന്തര വകുപ്പ് അമ്പയെ പരാജയമാണ്. ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ ഈ സർക്കാർ വമ്പിച്ച പരാജയമാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന റോഡ് വികസനം, അത് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഹൈവേ കണ്ടീഷൻ നമുക്ക് മാർക്കിടാൻ പറ്റൂല. കേരളത്തിൽ ക്രമസമാധാനം ഇല്ല, സാധാരണക്കാരന് നീതി കിട്ടുന്നില്ല. ദേശീയപാത വികസനം കേന്ദ്ര സർക്കാരിന്റേതാകുമ്പോൾ പോലും സംസ്ഥാനം അതിനുവേണ്ടി നീക്കി വെക്കുന്ന തുകയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലെങ്കിലും ഊർജിതമായി അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതാണ് സർക്കാർ അതിൽ അവരുടേതായ അവകാശവാദമായി പറയുന്നത്. അല്ല, അത് ജനം വിലയിരുത്തട്ടെ, അതിൽ ജനം മാർക്കിടട്ടെ. പക്ഷെ ഈ സർക്കാരിന് ഏത് രൂപത്തിലാണ് മാർക്ക് കൊടുക്കുക? ഏതൊരു മേഖലയിലാണ് ഇവർ തിളങ്ങിയത്? അഴിമതിയുടെ കാര്യത്തിൽ തിളങ്ങിയോ? ഏത് കാര്യത്തിലാ? കള്ളക്കടത്ത്, ഇതൊക്കെയല്ലേ ഇവരെ വിഷയം. കാരണം സ്ത്രീകൾക്ക് മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ കേരളത്തിൽ? ഉണ്ടോ? ഇപ്പൊ അടുത്ത കാലത്തല്ലേ, 2 ദിവസം മുമ്പല്ലേ സംഭവിച്ചത്? എന്ത് സമാധാനം? ഏത് രൂപത്തിലാണ് മാർക്ക് കൊടുക്കേണ്ടത്? ലഹരി മാഫിയ, ഇതൊക്കെ ആരാ ചെയ്യുന്നത്? അപ്പൊ മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം മാർക്ക്, ഒരു കോമൺ മിനിമം മാർക്ക് കൊടുക്കാം. പക്ഷെ സത്യത്തിൽ ഈ ഗവൺമെന്റ് അമ്പയെ പരാജയമാണ്. പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയാണ്. പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അതിന് പ്രതികരിക്കാനുള്ള ശേഷിയില്ല. കേരളത്തിലെ പ്രതിപക്ഷവും പരാജയമാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഇന്ന് ഈ അടുത്തിടെ കേരളം കണ്ട വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ കണ്ടത്. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള സമരമാണ് കണ്ടത്. അപ്പോൾ അതൊന്നും താങ്കൾ കാര്യമാക്കുന്നില്ലേ? അങ്ങനെയല്ലല്ലോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇവർ ചെയ്യുന്ന സമരം നേരെ മറിച്ച് UDF ആണ് അധികാരത്തിലെങ്കിൽ ഇങ്ങനെ കറണ്ടിനും നികുതിയൊക്കെ കൂട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? വഴി നടക്കാൻ അനുവദിക്കുവോ? അപ്പൊ അതുകൊണ്ട് ഈ സർക്കാർ അമ്പയെ പരാജയമാണ്. ഒരു മാർക്ക് പോലും കൊടുക്കാൻ പാടില്ല. ജനം സഹിക്കുവാണ്, പാവപ്പെട്ട ജനം. എന്തിന് പറയുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പോ, എല്ലാ മാസവും വീട്ടിലെത്തിക്കുന്ന കൊടുക്കുന്നുണ്ടോ? ശരി,
വളരെ നന്ദി വിളിച്ചതിന്. ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് വടകരയിൽ നിന്ന് വിളിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയായിരുന്നു. സർക്കാർ അമ്പേ പരാജയമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അജയ് എന്ന പ്രേക്ഷകനാണ് നമുക്കൊപ്പം ചേരുന്നത്. അജയ്, താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു സർക്കാരിന്റെ പ്രവർത്തനത്തെ? ഏതാണ്ട് 7 വർഷം തുടർച്ചയായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഭരണം നടത്തുന്നു. രണ്ടാം സർക്കാർ 2 വർഷം പൂർത്തിയാക്കി 3-ാം വർഷത്തിലേക്ക് കടക്കുന്നു. സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് വരാനിരിക്കുന്നു. അതിൽ അവകാശവാദങ്ങൾ ഏറെയുണ്ട്. താങ്കൾ എങ്ങനെ നോക്കിക്കാണും? സാധാരണക്കാരെന്നുള്ള ഒരു നിലയിൽ ഞാൻ ഈ സർക്കാരിന് 100% മാർക്ക് കൊടുക്കും. കാരണം സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതിൽ തന്നെ പ്രതിപക്ഷം കുറെ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിന് കുറെ മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രതിപക്ഷത്തെ വരിഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ജനദ്രോഹ നയങ്ങളാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മറ്റ് അഴിമതി ആരോപണങ്ങൾ മാറ്റി നിർത്തിയാൽ തന്നെയും നികുതി ഭാരം കൂടി, ബിൽഡിംഗ് പെർമിറ്റിന്റെ നിരക്ക് കൂട്ടി, വെള്ളത്തിനും വൈദ്യുതിക്കും വില കൂട്ടി, വിലക്കയറ്റം അങ്ങേയറ്റം ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് സമരം നടത്തുന്നത്. അപ്പോൾ താങ്കൾ സാധാരണക്കാരിൽ ഒരാളാണല്ലോ. അപ്പോൾ ഈ വിഷയങ്ങൾ, പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന ഈ വിഷയങ്ങളൊന്നും താങ്കളെ ബാധിക്കുന്നില്ലേ? അല്ല, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി അതേപോലുള്ള കാര്യങ്ങളിലാണ് സാധാരണക്കാർക്കായിട്ട് ബാധിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കേന്ദ്രം സർക്കാരിന് കൊടുക്കുന്ന വിഹിതം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ആരും ഇവിടെ പരിശോധിക്കുന്നില്ല. അതിനെപ്പറ്റി മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരും പറയാറുമില്ല. എത്ര കോടി രൂപ കുടിശ്ശികയാണ് കൊടുക്കാൻ കിടക്കുന്നത്, അതിനെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മാധ്യമങ്ങളായിട്ടുള്ള നിങ്ങളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ശരി, അജയ് എന്ന പ്രേക്ഷകനാണ് മുഹമ്മയിൽ നിന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ സർക്കാരിനുണ്ടാകുന്ന പോരായ്മകൾ അത് സെലക്റ്റീവായി മാത്രം ചർച്ച ചെയ്യുന്നു. സർക്കാരിന് ലഭിക്കേണ്ടുന്ന തുക കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം സർക്കാരിനെ പ്രതിരോധിക്കുന്നത്. സർക്കാരിന് എന്തായാലും മികച്ച പ്രവർത്തനം എന്ന നിലയിലാണ് അദ്ദേഹം വിലയിരുത്തുന്നതും. ജാക്സൺ എന്ന പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ജാക്സൺ, താങ്കളുടെ അഭിപ്രായം എന്താണ്? മികച്ച ഭരണമാണോ പിണറായി വിജയൻ സർക്കാർ കാഴ്ചവെക്കുന്നത്? ഏതാണ്ട് 7 വർഷമായി തുടരുന്ന ഭരണം, 2 വർഷമായി രണ്ടാം സർക്കാരിന്റെ ഭരണം, അത് 3-ാം വർഷത്തിലേക്ക് കടക്കുന്നു. പക്ഷേ പ്രതിപക്ഷം അതിശക്തമായ ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ ഉയർത്തുകയാണ്. അഴിമതി ആരോപണങ്ങൾ, കമ്മീഷൻ സർക്കാർ തുടങ്ങിയ അങ്ങേയറ്റം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാഡം, ഞാൻ ഈ സർക്കാരിന് ഞാൻ ഒരു 100% മാർക്ക് കൊടുക്കുകയാണ്. പറഞ്ഞോളൂ, എന്താണ് താങ്കളെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ? ഈ സർക്കാർ ഞാൻ 100% മാർക്ക് കൊടുക്കുകയാണ്. ഈ സർക്കാർ PW നമ്മൾ നിരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ സാധാരണ കാറിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ, എവിടെ ഒരു മുക്കിനും മൂലയും പോയ ഏത് റോഡാണ് വളരെ ഈ ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ആശുപത്രികളൊക്കെ ലോകോത്തര നിലവാരം എത്തുന്ന നല്ല ആശുപത്രികളാണ് ഇപ്പൊ നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ എത്രയോ അഡ്വാൻസ് ആണ്. ഇന്ന് നമുക്ക് ചുരുക്കം വല്ല സ്കൂളുകൾ കാണാറുണ്ടോ? പഴയ പള്ളിക്കൂടങ്ങൾ അതെല്ലാം നടത്തി തരുന്നുണ്ട്. പിന്നെ കേന്ദ്ര വിഹിതം വളരെ വെട്ടി ചുരുക്കുകയാണ്. അവർ നമ്മുടെ ഈ സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇത് ഒരു ചെറിയ തോതിൽ നികുതി വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ നികുതി കിട്ടുന്ന പണം കൊണ്ട് പാവപ്പെട്ടവന് അവന്റെ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് വിനിയോഗിക്കുന്നത്. ക്ഷേമ പെൻഷന് കഴിഞ്ഞ സർക്കാർ ഇന്നപ്പോഴത്തേക്ക് 12 മാസം 1.5 വർഷത്തോളം പെൻഡിങ് ഇട്ടിട്ട് വന്നിട്ട് ഇപ്പം കൃത്യമായി പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളി പെൻഷൻ അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക്, ചില വിഭാഗങ്ങളിൽ 1 വർഷത്തിലേറെയായി പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷം. മാത്രവുമല്ല, നമ്മളുടെ ഈ നാട്ടിലാണ്, ഈ ഭരണത്തിന് കീഴിലാണ് ഒരു സാക്ഷരതാ പ്രേരക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ചുരുക്കം ചില കേസുകളുമാണ് മാഡം ഉണ്ടാകുന്നത്. ഇവിടെ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ സർക്കാർ ഇരുന്നപ്പോഴത്തേക്ക് 1.5-2 വർഷത്തേക്ക് പെൻഡിങ് ഇട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ തന്നെ ഇത് 7 വർഷം പൂർത്തിയാക്കുമ്പോഴത്തേക്ക് സമസ്ത മേഖലകളും പുരോഗതികളാണ് ഇവിടെ ഈ നാടിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, ജാക്സൺ എന്ന പ്രേക്ഷകനാണ് ആലപ്പുഴയിൽ നിന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്. മികച്ച ഭരണമാണ് ഈ സർക്കാർ കാഴ്ചവെക്കുന്നത്. ചുരുക്കം ചിലയിടങ്ങളിൽ അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹം കാണുന്നത്. അതിനെ പെരുപ്പിച്ച് കാണിക്കേണ്ടതില്ല. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മികച്ച ഭരണം ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാരും കാഴ്ചവെക്കുന്നു എന്ന അഭിപ്രായമാണ് ജാക്സൺ ഉള്ളത്. സിന്ധു എന്ന പ്രേക്ഷക ചേരുന്നു. സിന്ധു, പറഞ്ഞോളൂ.
ഞാൻ ഇതില് പിണറായി സർക്കാരിന് 100-ൽ 10 മാർക്ക് പോലും കൊടുക്കൂല. അവരുടെ ആദ്യത്തെ 5 വർഷത്തെ ഭരണം ഒരുവിധം നല്ല രീതിയിലാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയ ഇവർക്കുള്ള തുടർ ഭരണം അവർ അഹങ്കാരത്തോടു കൂടി മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. ജനങ്ങൾക്ക്, പാവപ്പെട്ട വയസ്സായവർക്കുള്ള പെൻഷൻ അത് വെട്ടിക്കുറച്ചു. പിന്നെ അത് മാത്രമല്ല, ഡെയിലി നമ്മൾ ചാനൽ തുറക്കുമ്പോൾ കാണുന്നത് അത്രയും ഈ ലഹരി വേട്ട മാത്രമേ ഉള്ളൂ. കുറച്ചു എന്ന് പറഞ്ഞത് മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ് പെൻഷൻ കുറച്ചു എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. പെൻഷൻ കുറച്ചു എന്നല്ല പറയണത്, പെൻഷൻ സമയാസമയം. എന്റെ അമ്മയും പെൻഷൻ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അവർക്ക് 6 മാസത്തിലൊരിക്കൽ പോലും കറക്റ്റായിട്ട് പെൻഷൻ തുക ഇവർ കൊടുക്കുന്നില്ല. ശരി, എനിക്ക് അതേ അറിയാവൂ. 6 മാസം തുടർച്ചയായിട്ട് പെൻഷനും കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, ഇവര് ഡെയിലി നമ്മൾ ചാനൽ തുറക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഡെയിലി ഈ ഡ്രഗ്സിന്റെയും കഞ്ചാവ്, മയക്കുമരുന്ന് പിടിക്കുന്നത്. ഇവർക്കെന്ത്, ഇവര് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി സർക്കാരല്ലേ? ഇവർക്ക് ഇതിനുള്ള ഒരു സൗകര്യവും ഇവർക്ക് അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാണ് കുറെ പോലീസിനെ മാത്രം ഇവര് ഇട്ടിരിക്കുന്നത്? പുതിയ പോലീസുകാരെ മാത്രം ഒരു പുതിയതായിട്ട് എടുത്തോണ്ടിരിക്കുന്നത്. അവർക്ക് അതിന്റേതായ ട്രെയിനിങ് ഒന്നും ഇവർ കൊടുക്കുന്നില്ലേ? ഇതിനുള്ള സംവിധാനം ഒന്നും ഗവൺമെന്റിനില്ലേ? അവർക്ക് ഇതെല്ലാം ആഭ്യന്തരത്തിന്റെ ഉത്തരവാദിത്വം അല്ലേ? ശരി, സിന്ധു എന്ന പ്രേക്ഷകയാണ് ബംഗളൂരുവിൽ നിന്ന് വിളിച്ചത്. വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. എന്തായാലും സർക്കാരിന്റെ പ്രവർത്തനം മോശമാണെന്നാണ് പറയുന്നത്. 6 മാസത്തെ മുടക്കമുണ്ട് വീട്ടിൽ പെൻഷൻ ലഭിക്കുന്നതിന് എന്ന് പറയുന്നു. പക്ഷേ അത്രയും മാസത്തെ മുടക്കമുണ്ട് എന്നത് നമുക്ക് അറിയില്ല. എന്തായാലും ആ പ്രേക്ഷക അങ്ങനെയാണ് പറയുന്നത്, അവരുടെ അനുഭവം അതാണെന്ന് പറയുന്നു. മാത്രവുമല്ല, ക്രമസമാധാന നിലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ലഹരി മാഫിയ അഴിഞ്ഞാടുന്ന കാര്യവും കൂടി അവർ ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും ഒരു വീട്ടമ്മ എന്ന നിലയിൽ അവർക്കുള്ള ആശങ്കയാണ് അവർ പങ്കുവച്ചത്. എന്തായാലും സർക്കാരിന്റെ മോശം പ്രകടനം എന്ന അഭിപ്രായവും അവർ പറയുന്നു. വിഷ്ണു എന്ന പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്നും. വിഷ്ണു, താങ്കൾ എന്താണ് ഈ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പിണറായി വിജയൻ സർക്കാർ 7 വർഷം ഭരണത്തിൽ തികച്ചിരിക്കുകയാണ്. ഇനി 8ാം വർഷത്തിലേക്ക് കടക്കുകയാണ് സാങ്കേതികമായി. 2ാം പിണറായി സർക്കാരിന്റെ 3ാം വർഷത്തിലേക്കുമാണ്. വികസന പദ്ധതികൾ നിരവധിയുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. മറ്റ് ജനക്ഷേമപരമായ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതൊക്കെ ശരിയാണ് മാം, പറഞ്ഞോളൂ. പക്ഷെ നമ്മുടെ ഇവിടെ ഒരുപാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ ഒരു വർഷത്തിൽ ഇപ്പൊ 6000-ന് മുകളിൽ കുട്ടികളെ ജനിപ്പിക്കുന്നുണ്ട്, അതായത് പ്രസവം കഴിയുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, അതായത് ഫെസിലിറ്റീസ് ഇവിടെ കേരള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കുറവാണ്. ഉദാഹരണം എന്റെ ഒരു അനുഭവത്തിലെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ തന്നെ അതായത് ഇപ്പം ഒരു പ്രസവം വരുന്ന സമയത്ത് ഒരു 9-ാം മാസം 8-ാം മാസം വരുന്ന കാണിക്കുന്ന സമയത്ത് പ്രഷർ കൂടുവാണെങ്കിൽ അല്ലെങ്കിൽ വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ അവിടെ എടുക്കാത്ത ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. അവിടുന്ന് റെഫർ ചെയ്തിട്ട് പല കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുകൾക്ക് മാറ്റാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നില്ല വിഷ്ണു, ഈ സർക്കാർ ആശുപത്രികളിലെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ശരിയായ രീതിയിൽ എന്നല്ല പറയുന്നത്. അതായത് ഇപ്പൊ ഒരു പ്രസവം നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പൊ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയെ പ്രസവിക്കാനാണെങ്കിൽ അവിടെ ഒരു സ്ത്രീക്ക് ഒരു വ്യക്തിപരമായി ഉണ്ടായ സർക്കാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള എന്തോ വിഷമകരമായ സാഹചര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത്. നമുക്കൊരു അത്യാവശ്യമായിട്ടൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ് ഇടവേള. 2ാം പിണറായി സർക്കാർ 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് സർക്കാർ 3ാം വർഷത്തിലേക്ക് കടക്കുന്നത്. കെ ഫോൺ പദ്ധതി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ജലമെട്രോ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ജലപാത വികസനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്, തീരദേശ ഹൈവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഹൈവേ വികസനം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയെന്ന അവകാശവാദം സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അതേസമയം പ്രതിപക്ഷം അഴിമതി കഥകൾ ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും മോശം സർക്കാരും അഴിമതി സർക്കാരുമാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ജയകുമാർ എന്ന പ്രേക്ഷകൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾ തിരുവനന്തപുരത്തുകാരനാണ്. ഇന്ന് തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത് അതിശക്തമായ പ്രതിപക്ഷ സമരത്തിനാണ്. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള സമരമാണ് നടത്തിയത്. അത് സർക്കാരിനെതിരെ കുറ്റപത്രം ഇറക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാക്കൾ. ഏറ്റവും ഒടുവിൽ താങ്കൾ എങ്ങനെ കാണുന്നു? സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു? നമസ്കാരം മാഡം. ഈ നമ്മുടെ കേരളത്തിലെ ജനം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സമരമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് വാതൊക്കെ നടന്നത്. എന്തിനാണ് കേരളത്തിലെ ജനം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമരമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ വാതൊക്കെ നടന്നത്? എന്തിനാണെന്ന് വെച്ചാല്
ഈ വെള്ളപ്പൊക്കം രണ്ട് പ്രളയവും നിപയും ഇത് ഓക്കെ ദുരന്തമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഈ ജനങ്ങള് ഒരുമാതിരി ജീവിക്കാൻ തുടങ്ങുന്നുമ്പ് അവരെ കൊള്ളയടിച്ച് 50-100 ഇരട്ടി ഓരോ ടാക്സും വർദ്ധിപ്പിച്ച് പെട്രോളിന്റെ സെസ്സും വർദ്ധിപ്പിച്ച് തൂർത്തടിച്ച് കുടുംബസമേതം വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടന്ന് സഹാക്കന്മാർക്ക് മാത്രം ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തൊരു സർക്കാരാണിത്. ഒരു സഖാവിനും ഏതെങ്കിലും വിധത്തിൽ അവർക്ക് കൊള്ളയടിക്കാനുള്ള സൗകര്യം ഒന്നുമില്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടത്തിനെങ്കിലും ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്ത ഒരു സർക്കാരാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഏത് ന്യായത്തിലാണ് സർക്കാരിന്റെ മോശം അദ്ദേഹം വിലയിരുത്തുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മോശമാണ്, പോരാ, നിലവാരത്തിനൊത്ത് ഉയർന്നില്ല എന്ന തരത്തിലാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നികുതി വർധനയിലൂടെ ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. വളരെ നന്ദി വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. അപ്പച്ചൻ എന്ന പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നും. പറഞ്ഞോളൂ, താങ്കൾ എത്ര മാർക്ക് കൊടുക്കും സർക്കാർ? ഹലോ, മാർക്കിന്റെ നമുക്ക് ഇത് വിലയിരുത്തിയിട്ടാണല്ലോ മാർക്ക് കൊടുക്കുന്നത്. ഹലോ, പറഞ്ഞോ. ഈ സർക്കാർ നല്ല രീതിയിൽ ഭരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അവര് അത് കളഞ്ഞു കുളിച്ച് അവര് ത്രിപുരയിലും പശ്ചിമ ബംഗാളിൽ എന്ത് ചെയ്തു അത് തന്നെയാണ് ആലപ്പുഴയും ചെയ്തു. ഈ കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഭരണം കുട്ടിച്ചോറാക്കിയവര്, മനസ്സിലായോ? ഒരു ജനത്തിനും പ്രയോജനമില്ല, അവർക്ക് മാത്രം പ്രയോജനം. അവര് മാത്രം വികസിക്കുക, സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലും ജനങ്ങൾ കഷ്ടപ്പെടുക. ഇതാണ് അവർ ചെയ്യുന്നത്. ഗുണമില്ലാത്ത പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റേത്. സ്വജനപക്ഷപാതം എന്ന ആരോപണം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ആലപ്പുഴയിൽ നിന്ന് തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ്, പാർത്ഥൻ എന്ന പ്രേക്ഷകൻ. പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. ഹലോ മാഡം, ഞാൻ ഒരു കർഷക തൊഴിലാളിയാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. സാധാരണക്കാരനായ എനിക്ക് വികസനം കൊണ്ട് എന്റെ പോക്കറ്റ് നിറഞ്ഞിട്ട് ശ്വാസം മുട്ടുക. അടുത്ത കുന്തവും കുറച്ചക്രവും വരുന്നതിന് മുമ്പ് ഞാൻ ആ തെരഞ്ഞെടുപ്പിന് കൃത്യമായിട്ട് മാർക്ക് കൊടുക്കുന്നുണ്ട്. സാധാരണക്കാരനെ ശ്വാസം മുട്ടിക്കുന്നതിന് ഒരു മര്യാദ വേണ്ടേ? 65 വയസ്സ് കഴിഞ്ഞ ഒരു കർഷക തൊഴിലാളിയാണ് ഞാൻ. അതുകൊണ്ടാണ് കാര്യം വിളിച്ചു പറയുന്നത്. ഞങ്ങൾക്ക് പൊട്ടുക എന്നെ പോലുള്ള സാധാരണക്കാരൻ ഈ വികസനം കൊണ്ട്. ശരി, സർക്കാസ്റ്റിക്കായി കൂടിയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വികസനം കൊണ്ട് വീർപ്പുമുട്ടുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. കാർഷിക മേഖലയിലൊക്കെ അവർ നേരിടുന്ന വിലത്തകർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ രീതിയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിൽ മാർക്കിടും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഈ സർക്കാരിനെ എല്ലാവരും വിലയിരുത്തുകയും മാർക്കിടുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിലായിരിക്കും. അതുതന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മാർക്കിടാൻ താൻ കാത്തിരിക്കുന്നു എന്നതാണ്. എന്തായാലും സമ്മിശ്ര പ്രതികരണമാണ് ഈ വിഷയത്തിലുണ്ടായത്. ഏറെ പേരും സർക്കാരിനെ അനുകൂലിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയതും. എന്തായാലും പ്രേക്ഷകർ തീരുമാനിക്കുക. സർക്കാരിന്റെ ആഘോഷ പരിപാടികൾ എന്തായാലും അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. അതിൽ പിണറായി വിജയനായിരിക്കും ഈ ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അതിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും അവതരിപ്പിക്കും. അതേസമയം പ്രതിപക്ഷം അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൊതുവേദി ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി ഇനി നാളെ കാണാം. നമസ്കാരം.